ഭൂമി കരയണം. നമ്മളെ ഓർത്ത് കരയോ കരയോ കരയോ. അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി ഫമാ ബകത അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻദരീൻ. ഫിറഔന മകന്റെ മന്ത്രിമാര് മരിച്ചപ്പോ ആകാശവും കരഞ്ഞില്ല, ഭൂമിയും കരഞ്ഞില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഈ ഭൂമി കരയും കരയും കരയും. എപ്പോഴെന്നറിയോ 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 ഫിറഔന മകന്റെ മന്ത്രിമാര് മരിച്ചപ്പോ ആകാശവും കരഞ്ഞില്ല, ഭൂമിയും കരഞ്ഞില്ല. ആ സമയത്താണ് സഹാബത്ത് വന്ന് ചോദിച്ചത്, യാ റസൂലല്ലാഹ് ഹൽ തബകി സമാഉ വൽ അർളു അലാ മൗതി അഹദിൻ. ഒരാൾ മരിച്ചാൽ ആകാശവും ഭൂമിയും അവന് വേണ്ടി കരയുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കരയും. ആർക്ക് വേണ്ടിയാണ് നബിയേ? ആകാശവും ഭൂമി കരയുന്ന ഒരു രംഗം മരണത്തിന്റെ സമയത്ത് ഈ ആകാശം കരയും, ഈ ഭൂമി കരയും. ആരങ്ങനെ വിധങ്ങൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് കടക്കാം. രണ്ടാമത്തെ പ്രത്യേകത, നമ്മൾ മരിച്ച ആകാശവും ഭൂമിയും നമുക്ക് വേണ്ടി കരയട്ടെ. അതിനെന്ത് ചെയ്യണം? ഭൂമിയുടെ പുറത്തൊരു ജീവിച്ചിരിക്കുമ്പോ ഒരു നല്ല കാര്യമെങ്കിലും ചെയ്യും. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരാ സലാത്ത് പോരാ റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഇദാ മാതൽ അബ്ദു സാലിഹ് ഒരു നല്ലവനായ മനുഷ്യൻ മരിച്ചുപോയാൽ അവന് വേണ്ടി ആകാശം കരയുമെന്ന്, അവന് വേണ്ടി ആകാശം പൊട്ടിക്കരയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെയാണ് ആകാശം കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആകാശത്തിൽ 2 വാതിലുകളുണ്ട്. ഓരോ വാതിലും ഓരോ മലക്കുകളെ കാവലുണ്ട്. സഹോദരങ്ങളെ, ഒരു വാതിലൂടെയാണ് ആ മനുഷ്യന് അല്ലാഹു നൽകുന്ന റിസ്ക് ഇറങ്ങി വരിക. മറ്റേ വാതിലൂടെയാണ് അല്ലാഹുവിന് അവൻ ചെയ്യുന്ന ഇബാദത്ത് കയറി പോവുക. ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ 2 വാതിലും 2 മലക്കുകളെ കാവലുണ്ട്. ഒരു മലക്ക് പറയും അത്രേ, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ആ മനുഷ്യൻ മരിച്ചല്ലോ അല്ലാഹ്, ഇനി അവന്റെ നിസ്കാരം വരില്ലല്ലോ, ഇനി അവന്റെ നോമ്പ് വരില്ലല്ലോ, ഇനി അവന്റെ തസ്ബീഹ് വരില്ലല്ലോ, ഇനി അവന്റെ സദഖ വരില്ലല്ലോ. ഈ ബക്കറ്റുമായിട്ടൊരു പാവപ്പെട്ട മുഅദ്ദിൻ സാഹിബിന്റെ ആരാ മുഅദ്ദിൻ എന്നറിയോ? നാളെ പരലോകത്ത് സർവ്വ മനുഷ്യരും പടച്ചറപ്പിന്റെ മുമ്പിൽ മുഖം കുനിച്ചു നിൽക്കുമ്പോ വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ أبصرنا وسمعنا فرجعنا نعمل صالحا إنا موقنون. ഈ ലോകത്തെ മുഴുവൻ കിടുകിടാവിറപ്പിച്ച ഏകാധിപതികള്, സർവാധിപതികള്, സച്ചാധിപതികളും പടച്ചറപ്പിന്റെ മുമ്പിൽ തല കുറിച്ചു നിൽക്കുമ്പോ അല്ലാഹു പറയും, ചില ആളുകൾ തല പൊന്തിച്ചു നിൽക്കട്ടെ. നമ്മളൊക്കെ പടച്ചറപ്പിന്റെ മുമ്പിൽ തല കുറിച്ചു നിൽക്കുമ്പോ ചില ആളുകളോട് അല്ലാഹു പറയും, തല പൊന്തിച്ചു നിൽക്ക്. അതാരാന്നറിയോ? അതാരാന്നറിയോ? അതാരാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ മുഅദ്ദിനൂന അത്വലുന്നാസി യൗമൽ ഖിയാമ. 5 നേരവും ഉറക്കത്തിൽ നിന്നേറ്റ് മനുഷ്യരെ ബാങ്ക് വിളിക്കാൻ വേണ്ടി തലപൊന്തിച്ചു നിന്ന മുഅദ്ദിന്മാർ, ഏറ്റവും തുച്ഛ ശമ്പളമുള്ള മുഅദ്ദിന്മാർ, അവരെ നാളെ പരലോകത്ത് നമ്മുടെ തലകുനിച്ചു നിൽക്കുമ്പോ അവരെ തലപൊന്തിച്ചു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസിന് വിധങ്ങൾ പറയുമ്പോ ഉമർ റളിയല്ലാഹു തആല പറയുകയാണ്, വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഷഹീദാകാൻ പണപ്പറമ്പുകളിൽ ഉമറിന് ആവശ്യമില്ലായിരുന്നെങ്കിൽ ലവദിനു ഫീഹി മസ്ജിദി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലെ മുഅദ്ദിൻ ജോലി ഉമർ ഏറ്റെടുക്കുമായിരുന്നെന്ന്. മുഅദ്ദിൻ ജോലി നിസ്സാരമല്ല, നിസ്സാരമായി കണ്ടത് നമ്മളാണ്. ഏറ്റവും കുറഞ്ഞ ശമ്പളം മുഅദ്ദിനാക്കിയത് നമ്മളാണ്. പക്ഷേ സഹോദരങ്ങളെ, ഈ ആയത്ത് പറഞ്ഞപ്പോ പരലോകത്ത് തല പൊന്തിച്ചു നിൽക്കുന്നവൻ മുഅദ്ദിനാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പടപ്പറമ്പിന് ജിഹാദിന് വേണ്ടി എന്നെ ആവശ്യമില്ലായിരുന്നെങ്കിൽ ലവദ്ദിനു ഫീ മസ്ജിദി റസൂലില്ലാഹ്, റസൂലുള്ളാഹിയുടെ പള്ളിയിലെ മുഅദ്ദിൻ ജോലി ഞാൻ ഏറ്റെടുക്കുമായിരുന്നു. ഈ സദഖ നിസ്സാരമല്ല. അല്ലാഹുവേ, ഈ ചെയ്യുന്ന സദഖ നീ കബൂലാക്കണേ അല്ലാഹ്. പാവപ്പെട്ട മുഅദ്ദിന് വേണ്ടി ഒന്ന് തലചായ്ക്കാൻ ഒരു കൂരയ്ക്ക് വേണ്ടി സദഖ ചെയ്യുന്നവർ, അവരുടെ മനസ്സിലെ ആഗ്രഹമാണോ നീ സബലീകരിക്കണേ അല്ലാഹ്, നീ സബലീകരിക്കണേ അല്ലാഹ്.
ആയിരങ്ങൾക്ക് ശാന്തിയും സമാധാനവും കൊടുത്ത റബ്ബേ, സഹോദരങ്ങളെ, നിങ്ങൾ ഈ സദക്ക ചെയ്താൽ ആകാശത്തിലെ മലക്ക് പറയും, പടച്ചവനെ, ഏത് കാര്യത്തിനും അവൻ സദക്ക ചെയ്യുന്നവനായിരുന്നു, ഇനി ആ സദക്ക വരില്ലല്ലോ റബ്ബേ, ഇനി ആ നിസ്കാരം വരില്ലല്ലോ റബ്ബേ, ഇനി ആ റമദാൻ വരില്ലല്ലോ റബ്ബേ, ഇനി അവന്റെ ഇഫ്താർ വരില്ലല്ലോ റബ്ബേ, അവന്റെ ഈ വാതിലിന് വേണ്ടി ഓടി നടന്നതിന് വരില്ലല്ലോ റബ്ബേ. എത്ര ചെറുപ്പക്കാരാണ് ഈ വാതിൽ സംഘടിപ്പിക്കാൻ വേണ്ടി ഓടി നടന്നത്? എത്ര ചെറുപ്പക്കാരാണ് നൂറുകണക്കിന് കിലോമീറ്റർ താണ്ടിയിട്ട് ഇവിടെ വന്നത്? പൊന്നു മക്കളെ, നിരാശരാവണ്ട. നീ മരിക്കുമ്പം ആകാശത്തിലെ മലക്ക് പൊട്ടിക്കരഞ്ഞിട്ട് പറയും, അല്ലാഹുവേ, 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 അവനിന് വാതിലിന് വേണ്ടി പോകുന്നത് കാണാൻ കഴിയില്ലല്ലോ. മലപ്പുറത്ത് കൂട്ടായി നിന്ന് ലോറിയിൽ കയറി വന്ന സഹോദരിമാരിവിടെയുണ്ട്. ഉസ്താദേ, കഴിഞ്ഞ ന്യൂ ഇയറിന് ഞങ്ങൾ നല്ല രീതിയിലായിരുന്നില്ല. ഇന്ന് ഞങ്ങൾ വാതിലിന് വേണ്ടി എവിടെ വന്നാലും മംഗലാപുരത്ത് നിന്ന് വണ്ടി വിളിച്ചു വന്ന സഹോദരൻ ചെറുപ്പക്കാരൻ ഇവിടെയുണ്ട്. സഹോദരങ്ങളെ, പാടാവില്ല. നാളെ മരിക്കുന്ന സമയത്ത് ആകാശത്തിന്റെ കവാടം തുറക്കട്ടെ, പ്രപഞ്ചത്തിന്റെ കവാടം തുറക്കട്ടെ, അവിടെ നിന്നൊരു മലക്ക് കരയട്ടെ. ആരെ ഒത്തിട്ടാ മലക്ക് കരയുന്നത്? കടികാലത്തിന്റെ സൂര്യ പുറകോട്ട് കിടക്കട്ടെ. സ്വർഗത്തിന്റെ ശീതള ചായ വെച്ച് ഞാൻ മനുഷ്യരെ സൃഷ്ടിക്കാൻ പോവുകയാന്ന് പറഞ്ഞപ്പോ, വേണ്ട റബ്ബേ, വേണ്ട റബ്ബേ, അവര് ചോര ചിന്തുന്നവരല്ലേ എന്ന് പറഞ്ഞ് തടസ്സം നിന്ന മലക്ക് ആ മനുഷ്യൻ ഭൂമി മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് അന്ന് പടക്കണ്ടെന്ന് പറഞ്ഞ് തടസ്സം നിന്ന മലക്ക് കരയുമല്ലാകുവേ, ഇനി ഇവന്റെ സൽക്കർമ്മം വരില്ലല്ലോ. രണ്ടാമത്തെ കവാടത്തിൽ ഒരു മലക്കുണ്ട്. ആ മലക്ക് പറയും, പടച്ച റബ്ബേ, ഇനി നിന്റെ റിസ്ക്കും ബറക്കത്തും വരാൻ ഈ വാതിൽ തുറക്കില്ലല്ലോ. ഇവൻ മരിച്ചു പോയല്ലോ അല്ലാ എന്നോർത്ത് കരയുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അഹമ്മദ് കബീർ മരിച്ചാൽ ആകാശം കരയുമോ? ഭൂമി കരയുമോ? ഭൂമി കരയുമെന്ന് പറഞ്ഞാൽ സഹോദരിമാരെ, നിന്റെ വീടിന്റെ മുറ്റത്തിരിക്കുന്ന തെങ്ങ് കരയാൻ തുടങ്ങും. ആര് കരയും? ഈ നിൽക്കുന്ന വൃക്ഷം കരയും. ഈ നിൽക്കുന്ന വൃക്ഷം എന്താ കരയൂലേ? എന്താ കരയൂലേ? ആ വൃക്ഷം നിസ്കരിക്കുന്നുണ്ട്. പിന്നെ അതിന് കരയാനെന്താ വൃക്ഷം? ആ വൃക്ഷം നിസ്കരിക്കുന്നുണ്ടല്ലോ. അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ الشمس والقمر بحسبان والنجم والشجر يسجدان. തരുക്കളും താരകങ്ങളും വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. പൊന്നുമോനെ, വൃക്ഷ സുജൂദ് ചെയ്യുന്നുണ്ട്. വല്ലപ്പുഴ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീയാണ് കട്ടിലിന്റെ മുകളിൽ കിടന്ന് നിസ്കാരം കളാക്കി ഉറങ്ങിയത്. അപ്പോഴും ആ കട്ടിലുണ്ടാക്കിയ മര നിസ്കാരം കഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ മോനെ നീ എന്ത് വലിയ ആളെന്ന് പറഞ്ഞു. ആ മരത്തിന്റെ നിസ്കാരം കഴിഞ്ഞു. ഖുർആനല്ലേ ലോകത്ത് ആദ്യമായി വനനശീകരണത്തിന്റെ ബില്ല് പാസാക്കിയത്? അബുൽ കലാം വന്നിട്ട് മറയുന്നതിന് ഒരു മരത്തിന്റെ കൊമ്പ് കൊത്തിക്കളഞ്ഞപ്പോ 100 മരം നടാൻ പറഞ്ഞു അബുൽ കലാം. സഹോദരങ്ങളെ, നല്ല ചുരുണ്ട തുടിയുള്ള അബുൽ കലാം മറൈൻ ഡ്രൈവിന് ഒരു മരത്തിന്റെ കൊമ്പ് വെട്ടിക്കളഞ്ഞപ്പോ പിറ്റേ ദിവസം പൊട്ടിക്കരഞ്ഞിട്ട് അബുൽ കലാം പറഞ്ഞു, ആ ഒരു മരത്തിന്റെ കൊമ്പ് വെട്ടിയതിന്റെ പേരിൽ 100 മരം മറൈൻ ഡ്രൈവിന് വെട്ടിവെക്കണമെന്ന്, മറൈൻ ഡ്രൈവിനെ നട്ടുപൊളിക്കണമെന്ന്. സഹോദരങ്ങളെ, ഗുജറാത്തിലെ പെണ്ണുങ്ങളുടെ കൈവെട്ടിക്കളഞ്ഞു. 100 കൈ പിന്നീട് വെച്ച് പിടിപ്പിക്കപ്പെടാൻ ലോകത്ത് മനസ്സാക്ഷിയുള്ള ഒരു ഭരണകർത്താവും പറഞ്ഞില്ല. അത് മനുഷ്യന്റെ കൊമ്പ്, ഇത് മരത്തിന്റെ കൊമ്പ്. മനുഷ്യനേക്കാൾ മരത്തിന് വിലയുള്ള കാലം. ഒരു മരം നശിച്ചാൽ 100 മരം വെട്ടിപ്പിടിക്കുന്ന കാലം. ഒരു മനുഷ്യൻ പോയാൽ പിന്നെ മനുഷ്യനെ ഓർക്കാത്ത കാലം. സഹോദരങ്ങളെ, സുജൂദ് ചെയ്യുന്നുണ്ട്. സുജൂദ് എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്. നിസ്കാരം ഇടയ്ക്ക് വെച്ച് മുറിക്കാൻ പാടില്ല. അതുകൊണ്ട് മരത്തെ ഇടയ്ക്ക് വെച്ച് മുറിക്കാനും പാടില്ല. വനനശീകരണ ബില്ല് പാസാക്കി. വൃക്ഷം സുജൂദ് ചെയ്യുന്നുണ്ട്. സുജൂദ് എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കാരം. നിസ്കാരം ഇടയ്ക്ക് വെച്ച് മുറിക്കാവോ? അപ്പൊ മരം ഇടയ്ക്ക് വെച്ച് മുറിക്കാവോ? പാടില്ല. വനനശീകരണ ബില്ല് ആദ്യം പാസാക്കിയത് ഖുർആനാണ്. അത് പിന്നീടാവും.
അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിന്റെ മുറ്റത്തിരിക്കുന്ന വൃക്ഷങ്ങളെ കരയാണ്ടിടങ്ങും. പെങ്ങളെ, അഭിശപ്തമായ രാത്രിയോട് വിട പറയുക, റിയാലിറ്റി ഷോയോട് വിട പറയുക, ഈ കളിയുടെ സീരിയലോട് വിട പറയുക, സന്ധ്യാസമയത്ത് ഖുർആൻ ഓതുക. നാളെ നീ മരിച്ചിട്ട് പെങ്ങളെ വീടിന്റെ ഉമ്മറപ്പടിയിൽ കിടക്കുമ്പോ നിന്റെ വീടിന്റെ മുറ്റത്തിരിക്കുന്ന തെങ്ങുമരം കരയാണ്ടിടങ്ങും. അല്ലാഹുവേ, ഇനി ഇവന്റെ ഖുർആനോദിന് കേൾക്കില്ലല്ലോ, ഇനി ഇവന്റെ നമസ്കാരം കേൾക്കില്ലല്ലോ, ഇനി ഇവളുടെ മൗലൂദ് കേൾക്കില്ലല്ലോ, ഇവളുടെ മദ്ഹിൻ നബി കേൾക്കില്ലല്ലോ എന്നോട്ട് സ്വന്തം വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന മരങ്ങൾ, നടന്നു പോകുന്ന വഴിയിലുള്ള പുൽക്കൊടികൾ, പടച്ചവനെ ഇനി ഇവൻ സുബഹിക്ക് വേണ്ടി വരില്ലല്ലോ, ഇവന്റെ കാലിനി എന്റെ ശരീരത്തെ സ്പർശിക്കില്ലല്ലോ. വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് പോകുന്ന വഴിയിൽ ഏതൊക്കെ പുൽക്കൊടികളുണ്ടോ, നമ്മൾ മരിച്ചാൽ ഭൂമി കരയുന്നത് പുൽക്കൊടികളാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവസാനം 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നമ്മൾ കരിന്തിരികൾ, നമ്മൾ കരിയിലകൾ, നമ്മിലെ നമ്മൾക്ക് ദാഹമില്ല. തൊണ്ട വരണമെന്നുണ്ടെങ്കിൽ നനയ്ക്കണ്ട, നാവിന്ന് നാരായ മുനകളല്ല. നമ്മൾ കരിന്തിരികൾ, നമ്മൾ കരിയിലകൾ, നമ്മിലെ നമ്മൾക്ക് ദാഹമില്ല. കാറ്റത്ത് പറന്നു പോകുന്ന കരിയില പോലെ എണ്ണ നിറച്ചിട്ട് എണ്ണ നീരുമ്പോ കരിന്തിരി കാക്കുന്ന മണ്ണെണ്ണ വിളക്ക് പോലെ ജീവിതം എരിഞ്ഞടങ്ങി പോകുമ്പോ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോ കവർ പോലും പറയുമത്രേ, എടാ ഭൂമിയുടെ മുകളിലൂടെ നടന്നു പോയവരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നോടായിരുന്നടാ. ചിന്തിക്ക് സഹോദരങ്ങളെ, ചിന്തിക്ക് ചെറുപ്പക്കാരാ. വല്ലപ്പുഴ പള്ളിയിലെ കബർസ്ഥാനിനെ കാണുമ്പോ പറയും, ഈ ഭൂമിയുടെ പുകളിലൂടെ നടന്നു പോയവരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ നീ ആയിരുന്നടാ. നിനക്ക് വേണ്ടിയല്ലേ സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ച് കാത്തിരുന്നത്, നിനക്ക് വേണ്ടിയല്ലേ സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ച് കാത്തിരുന്നത്. പൊന്നുമോനെ, പള്ളക്ക് കുത്തി പഠിക്കാനില്ല, ആരവം മുഴക്കാനില്ല, പള്ളിയുടെ കബർസ്ഥാൻ കാത്തിരിക്കുന്ന ചെറുപ്പക്കാരനാവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.